ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ചന്ദ്രനെ ഭാമേനെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ചന്ദ്ര ഭാമയോട് പറയുകയാണ്, എങ്ങനെയെങ്കിലും രേവതിനെ സച്ചിനെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടേ പറ്റൂ, ഇല്ലെങ്കിൽ അതിനു മുമ്പായിട്ട് തന്നെ എൻ്റെ മറ്റു രണ്ട് മരുമക്കളും ഇറങ്ങിപ്പോവും. അങ്ങനെ മറ്റു രണ്ടും മരുമക്കളും ഇറങ്ങിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ, ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കില്ല ഭാമ. അതുകൊണ്ട് ഈ ചന്ദ്ര കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ചന്ദ്ര നടത്തിയെടുക്കും. എങ്ങനെയെങ്കിലും ആ സച്ചി പയ്യനെ ആ രേവതിനെ ആ വീട്ടിൽ നിന്നും ഇറക്കി വിടണം. എന്നിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നീ കണ്ടോ ഭാമ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഭാമ പറഞ്ഞു, എന്താ ചന്ദ്ര നീ പറയുന്നത്? അതും നിന്റെ മകൻ തന്നെയല്ലേ, ഇറക്കി വിടുവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് എന്റെ മകന് അവൻ കാരണം ഞാൻ എന്തൊക്കെ അനുഭവിക്കുന്നുണ്ടെന്ന് അറിയാമോ? നേരം വെളുക്കുമ്പോ തുടങ്ങും അവന്റെ ഓരോ പ്രശ്നങ്ങള്. അവന് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. അവന് കുറെ പ്രശ്നം ഉണ്ടാക്കി എൻ്റെ ജീവിതം അവസാനിച്ചു. എനിക്ക് ഇനിയെങ്കിലും ജീവിതത്തിൽ നല്ലതുപോലെ തന്നെ ജീവിക്കണം, കോടീശ്വരിയായിട്ട് തന്നെ ജീവിക്കണം. എങ്ങനെയൊക്കെയോ ഞാൻ ശ്രുതിമോളെ കണ്ടുപിടിച്ചു. എന്തോ ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ടായിരിക്കാം വർഷമോളെ ശ്രീകാന്ത് കണ്ടുപിടിച്ച് കൊണ്ടുവന്നത്. പക്ഷേ എനിക്ക് രേവതിയുടെ കാര്യത്തിൽ മാത്രമാ തെറ്റിപ്പോയത്. അവള് വീട്ടിൽ എന്ന് കാലെടുത്ത് വെച്ച് കുത്തിയോ അന്ന് തുടങ്ങിയതാ എൻ്റെ ജീവിതത്തിലെ കഷ്ടകാലം. ഇപ്പൊ കണ്ടില്ലേ, ഞാൻ നിലത്ത് കിടക്കേണ്ട അവസ്ഥയാ വന്നിരിക്കുന്നത്. എൻ്റെ അച്ഛൻ എനിക്ക് പണിത് തന്ന വീട്ടില് എനിക്കിപ്പോ ഒരു റൂം ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭാമേ, അതെങ്ങനെയാ ശരിയാകുന്നത്? ഇല്ല, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഈ കാര്യം. ആ ദരിദ്രവാസി പെണ്ണുണ്ടല്ലോ, അവള് ദരിദ്രവാസിയായിരുന്നു. അവക്ക് ഇപ്പം എന്താ പറയുക, സപ്രമഞ്ചത്തിലല്ലേ കിടക്കുന്നത് അവളിപ്പം. എന്നിട്ട് ഞാന് വെറും താഴെ. ഓ, എനിക്കത് ഓർക്കുമ്പോ സങ്കടം വരിക. പകലൊന്ന് കിടക്കാൻ പോലും പറ്റുന്നില്ല. ആ ഹോളില് ഞാൻ എങ്ങനെയാ ഇനിയുള്ള കാലം അങ്ങോട്ട് ജീവിക്കുന്നത്? അതിന് എനിക്കിപ്പോ കഴിയത്തില്ല. ഏതായാലും രേവതിനെ സച്ചിനെ അവിടെ നിറക്കണം. എന്നിട്ട് ആ റൂം എനിക്ക് പിടിച്ചു പറ്റണം. അത് മാത്രം ഇനി എൻ്റെ ലക്ഷ്യം. ശ്രുതിയും വർഷയും അതുപോലെ തന്നെ രേവതിയും ഒരിക്കലും ഒരുമിക്കാൻ പാടില്ല. 3 പേരും കൂടെ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാലേ പ്രശ്നം എനിക്കാ. അതുകൊണ്ട് നോക്കിക്കോ ഭാമേ, ഞാൻ ഇനി കാണിക്കാൻ പോകുന്ന എന്താണെന്നും പറഞ്ഞ് അങ്ങ് തുടങ്ങി കേട്ടോ. ഏതായാലും ഇത് കഴിഞ്ഞ് കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ രേവതി കിച്ചണിൽ ഇങ്ങനെ ഓരോ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കിച്ചണിൽ ഓരോ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് നമ്മുടെ ചന്ദ്ര അങ്ങോട്ടേക്ക് കടന്നു വന്നിട്ട്, രേവതി നീ ഇവിടെ എന്തെടുക്കുക? അത് പിന്നെ അമ്മേ, ഞാനിവിടെ ഓരോ ജോലിയില്ല. അതെ, ഒരു കാര്യം ചെയ്തേ, കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചേ. വർഷയ്ക്ക് പോകേണ്ടതല്ലേ? വർഷയ്ക്ക് ഏറ്റവും നേരത്തെ പോകേണ്ടത് വർഷയ്ക്ക. അപ്പൊ വർഷയ്ക്ക് കുളിക്കണമെങ്കിലേ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് ചൂടുവെള്ളം വേറെ കിട്ടത്തുമില്ല. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, ആ ഗ്യാസിൽ കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കുക എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും, അയ്യോ അതമ്മേ, ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ആയിട്ടില്ല. രാവിലെ എല്ലാവർക്കും കാപ്പി കുടിക്കേണ്ടതല്ലേ? ഇപ്പൊ കാപ്പി കുടിക്കേണ്ടതാണോ കുളിക്കേണ്ടതാണോ പ്രാധാന്യം? ദേ, ആ കൊച്ചിന് രാവിലെ പോകേണ്ടതാ. ആ കൊച്ചു രാവിലെ കാപ്പി ഒന്നും കുടിക്കാൻ നിൽക്കാറില്ലല്ലോ. അപ്പൊ നിനക്ക് അതിനകത്ത് കുറച്ച് വെള്ളം വെച്ചാൽ എന്താ കുഴപ്പമിരിക്കുന്നത്? മര്യാദയ്ക്ക് അതിനകത്ത് വെള്ളം വെക്കാനാ പറഞ്ഞത്. ഞാൻ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേട്ടാ മതി, അല്ലാതെ ഇങ്ങോട്ട് ഓരോന്ന് ചോദിക്കാൻ വരണ്ട. വെക്കടി വെള്ളം എന്ന് പറഞ്ഞു. ഏതായാലും നമ്മുടെ രേവതി എന്ത് ചെയ്തു? കാപ്പി ഉണ്ടാക്കാതെ നേരെ വെള്ളം വെക്കുകയാണ്. അങ്ങനെ വർഷ എണീറ്റ് വന്നപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു, മോളെ ഇതേ വെള്ളം ചൂടായിട്ട് കിടപ്പുണ്ട്, മോള് പോയി വെള്ളം എടുത്ത് കൊണ്ടുപോയി കുളിക്ക് എന്നിങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ വർഷ നേരെ കിച്ചണിലേക്ക് വന്നത് രേവതി പറഞ്ഞു, വർഷ വെള്ളം ചൂടായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ആണോ ചേച്ചി? എങ്കിൽ പിന്നെ ഞാൻ കൊണ്ടുപോയി പെട്ടെന്ന് കുളിക്കട്ടെ. അതെ, രാവിലെ കുളിച്ച് എനിക്ക് ആ ഒരു ശീലമായിപ്പോയി. അതുകൊണ്ട് രാവിലെ ചൂടുവെള്ളത്തിൽ അവിടെ കുളിക്കുന്നത്. അപ്പൊ തണുത്ത വെള്ളം മേത്ത് വീഴുമ്പോഴത്തേക്കും എന്തൊരു അസ്വസ്ഥതയാണെന്നറിയാമോ? വല്ല പനിയൊക്കെ വല്ലതും പിടിച്ചാലോ? അതും കൊണ്ടാ ഞാൻ എന്നാ പോയി കുളിക്കാന്ന് പറഞ്ഞ് അതെടുത്തോണ്ട് പോയി നമ്മുടെ വർഷ ബാത്റൂമിലേക്ക് വെക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ഇത് ചന്ദ്ര കാണുമോ? ചന്ദ്ര, മോളെ നീ എന്താ ഈ കാണിക്കുന്നത്? അയ്യോ ഈശ്വര, മോക്കിത് വല്ല ശീലം ഉണ്ടോ? മോള വെള്ളം അവിടെ വെച്ചേ. രേവതി, നീ ഇതൊക്കെ കണ്ട് നോക്കിക്കൊണ്ട് നിൽക്കുക. നീ ഒരു കാര്യം ചെയ്യ, ആ വെള്ളം കൊണ്ടുപോയി ബാത്റൂമിലേക്ക് കൊണ്ടുവച്ചേ. ആ ദേഹത്തെങ്ങാനും വീണ് വല്ലതും പൊള്ളിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ എന്റെ ദൈവമേ, ഞാനല്ലേ ആളിന് ഉത്തരം പറയേണ്ടത്. രേവതി, അതുകൊണ്ട് മര്യാദയ്ക്ക് വെച്ചു കൊടുക്കാൻ പറഞ്ഞു. പാവം നമ്മുടെ രേവതി അതും ചുവന്നെടുത്തോണ്ട് വെച്ചു കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ വർഷ പറഞ്ഞു,
താങ്ക് യു ചേച്ചി, എനിക്ക് ഇതൊന്നും ചെയ്തത്രയ്ക്ക് ശീലമൊന്നുമില്ല, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഹേയ് അത് സാരമില്ല വർഷയ്ക്ക് വേണ്ടിയല്ലേ, കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് രേവതി വീണ്ടും കിച്ചണിലേക്ക് നിന്നപ്പോഴത്തേക്കും നമ്മുടെ സുധിയാണെങ്കിൽ വർക്കൗട്ട് ചെയ്യാൻ പോകാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങി വരിക. അങ്ങനെ ആടിപ്പാടി വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങി വരുന്നു. അപ്പോഴത്തേക്കും സുധി പറഞ്ഞു, അതെ അമ്മേ ഒരു കാര്യം ചെയ്യണേ, ഞാൻ വർക്കൗട്ട് ചെയ്യാൻ പോവാ. വർക്കൗട്ട് ചെയ്തിട്ട് വരുമ്പോഴത്തേക്കും എനിക്ക് ചൂടുവെള്ളം ഉണ്ടാക്കി വെച്ചേക്കണം, കറണ്ട് ഇല്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ചൂടുവെള്ളം ഉണ്ടാക്കി വെക്കാനോ, ആ എടി എടി രേവതി, ഒരു കുറച്ച് ചൂടുവെള്ളം കൂടെ എടുത്തു വെച്ചേ, സുധിക്ക് വേണം എന്നിങ്ങനെ പറഞ്ഞതും സച്ചി ഇത് കേട്ടു കേട്ടോ. സച്ചി ഇത് കേട്ടിട്ട് സച്ചി അങ്ങോട്ട് ഓടി ഇറങ്ങി ചെന്നിട്ട് എന്താ എന്താ ഇവിടെ പ്രശ്നം? അല്ല കുറെ നേരമായില്ലോ ഞാൻ കേൾക്കാൻ തുടങ്ങിട്ട്, ചൂടുവെള്ളം. ഇവിടെ മറ്റാർക്കും കയ്യും കാലും ഒന്നും ഇല്ലേ? എല്ലാം രേവതിയോട് പറഞ്ഞ് ചെയ്യിപ്പിക്കാന്. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി വന്നിട്ട് പറയുകയും ചെയ്തു കേട്ടോ, സുധിക്ക് ചൂടുവെള്ളം ഉണ്ടാക്കി തരാൻ എനിക്ക് പറ്റില്ല, ഞാൻ സുധിക്ക് ചൂടുവെള്ളം ഉണ്ടാക്കില്ല എന്ന് തന്നെ പറഞ്ഞു. അപ്പോഴത്തേക്ക് ചന്ദ്ര ചോദിച്ചു, അതെന്തായാലും നിനക്ക് സുധിക്ക് ചൂടുവെള്ളം ഉണ്ടാക്കിയാൽ എന്താ പ്രശ്നം? നിനക്ക് എന്താ സുധിക്ക് എന്താ വല്ല തൊട്ടുകൂടായ്മ വല്ലതും ഉണ്ടോ? ഐറ്റം വല്ലതും ഉണ്ടോ? നിനക്ക് എന്താ പ്രശ്നം? സുധി ഈ വീട്ടിലൊരാള് തന്നെയാ. അത് കൊള്ളാലോ എന്ന് പറയുമ്പോഴത്തേക്കും, അമ്മേ ഞാൻ അയാൾക്കൊന്നും ചെയ്തു കൊടുക്കില്ലെന്ന് അമ്മയ്ക്ക് അറിയത്തില്ലേ? ഏതയാള്? നീ എന്തൊക്കെയാടി പറയുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും കേട്ടോ സച്ചി ഇറങ്ങി വന്നത്. സച്ചി പറഞ്ഞു, നിർത്തിക്കോ, കുറെ നേരമായിട്ട് ഞാൻ കേൾക്കുക, എന്റെ ഭാര്യനെ കൊണ്ട് ഇവിടുത്തെ ജോലിയെല്ലാം ചെയ്യിപ്പിക്കുന്നുണ്ട്, എന്നിട്ട് ഇവന്റെ വേലയും കൂടി ഇനി ചെയ്യിപ്പിക്കാനാണോ നിങ്ങളുടെ ഉദ്ദേശം? ഇവനൊരു ഭാര്യ ഉണ്ടല്ലോ, അവൾ എന്തിയേ? അവളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കത്തില്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും സുധി പറഞ്ഞു, പിന്നെ അവൾ അടുക്കളപ്പണി ചെയ്യാന് അവള് രാവിലെ എണീറ്റ് ബ്യൂട്ടി പാർലറിൽ പോകുന്നല്ലേ. അയ്യോ, അവള് കുറെ പോയി അവിടെ ഇരുന്ന് കുറെ മേക്കപ്പ് ഉണ്ടാക്കലല്ലേ അവളുടെ പരിപാടി, അല്ലാതെ അവിടെ മലമറിക്കുന്ന പണിയൊന്നും അല്ലല്ലോ. ഈ അടുക്കള ജോലി എന്ന് പറയുന്നത് എത്ര പാടുള്ള കാര്യമാണെന്ന് അറിയാമോ? അവരവർക്ക് വേണ്ടത് വെച്ച് വിളമ്പി ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുത്ത് രേവതി എല്ലാവരെയും അങ്ങോട്ട് വഷളാക്കി കളഞ്ഞു. മര്യാദയ്ക്ക് രേവതി, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഒരു പണിയും ചെയ്യണ്ട. നീ അടുക്കള ഫുഡ് മാത്രം ഉണ്ടാക്കിയാൽ മതി, ബാക്കിയുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ചെയ്തോളും. എന്താന്ന് കണ്ടില്ലല്ലോ, ഒരു ഭാര്യനെ കൊണ്ടുവന്നിട്ട് അവളെ കയറ്റി അങ്ങ് ഇരുത്തിയേക്കുന്നു. അത് പിന്നെ സുധി മുകളിൽ വർക്കൗട്ട് ചെയ്യുക, അതുകൊണ്ടാ. അപ്പൊ അവൾക്ക് വർക്കൗട്ട് ചെയ്യാൻ സമയമുണ്ട്, ഇവിടെ വന്ന് കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കാൻ അവൾക്ക് സമയമില്ല. അത് കൊള്ളാലോ. പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. രേവതി നീ ചെയ്തു കൊടുത്തേക്കല്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു, സച്ചേട്ടാ മിണ്ടാതിരിക്കും സച്ചേട്ടാ, പോട്ടെ സച്ചേട്ടാ, ഞാൻ പറയുന്നൊന്ന് കേക്ക് സച്ചേട്ടാ, നീ പറയുന്നത് എന്താ ഞാൻ കേൾക്കേണ്ടത്? മതി, ഇവിടെ കിടന്ന് മല മറിച്ചത് മതി, ഇനി കൂടുതൽ മല മറിക്കാനൊന്നും പോണ്ട എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ചന്ദ്ര പറഞ്ഞത്, ശ്രുതി കുളിച്ചിട്ട് ഇറങ്ങാറായി, ശ്രുതിക്കും വെള്ളം വേണ്ടതാ, മര്യാദയ്ക്ക് വെള്ളം ചൂടാക്കിക്കോളാൻ പറഞ്ഞപ്പോ ശ്രുതിക്ക് വേണമെങ്കിൽ ഞാൻ ചൂടാക്കി കൊടുക്കാം, പക്ഷെ ഇയാൾക്ക് ഞാൻ ചൂടാക്കി കൊടുക്കില്ല, എനിക്കതിന് പറ്റില്ല എന്ന് തന്നെ തറപ്പിച്ച് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു, അല്ല നീ ശ്രുതിക്ക് എന്തിനാ ചൂടാക്കി കൊടുക്കുന്നത്? പൗഡർ എടുത്തേക്ക് തന്നെ കുളിക്കാൻ അറിയത്തില്ലേ? നീ അതും ചെയ്യണ്ട സച്ചേട്ടാ, ദയവ് ചെയ്ത് സച്ചേട്ടാ ഇവിടെ നിന്നും ഇപ്പോ പ്രശ്നം ഉണ്ടാക്കാതെ. അപ്പോഴത്തേക്കും ചന്ത പറഞ്ഞു, അഭിനയം കൊള്ളാം, ഭയങ്കര നാടകമാണല്ലോടി നീ. എടി നീ പോയി നിന്റെ കെട്ടിയോനോട് പറഞ്ഞ് കുത്തിപ്പൊക്കി വിളിച്ചോണ്ട് വന്നിട്ട്, അയ്യോ ഇപ്പൊ സച്ചേട്ടാ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. ചുറ്റും നിൽക്കുന്നവർ പൊട്ടന്മാരല്ലല്ലോ. എന്റെ പൊന്നമ്മേ, ഞാൻ അങ്ങനെയൊന്നും ചെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ സച്ചേട്ടനോട് പോയി അങ്ങനെ പറഞ്ഞിട്ടില്ല. സച്ചേട്ടൻ ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഇവൾ എന്നോടൊന്നും വന്ന് പറഞ്ഞിട്ടില്ല. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ കാണാതിരിക്കാൻ ഞാൻ ആ പൊട്ടനല്ലെന്ന് ഞാൻ പറയേണ്ടത്. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ കാണാനും കേൾക്കാനും കണ്ണും കാതും ഒക്കെ എനിക്കുണ്ട്. അപ്പൊ ഞാൻ കേൾക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യ രേവതി, നീ ഈ പണിയൊന്നും ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സച്ചേട്ടാ, ശ്രുതിക്ക് വെള്ളം ചൂടാക്കുന്ന കാര്യമല്ലേ, അത് ഞാൻ ഏറ്റു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അല്ലെങ്കിൽ അവർക്ക് ഞാൻ പറയുന്ന കേൾക്കാൻ മടിയാണല്ലോ, അനുഭവിച്ചോ എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുവാണ് സച്ചി. ഏതായാലും ഈ സമയത്ത് നമ്മുടെ സുധി പറഞ്ഞു, എന്റെ പൊന്നമ്മേ എനിക്ക് ചൂടുവെള്ളം വേണ്ട, ഒന്നും വേണ്ട, ഞാൻ പച്ചവെള്ളത്തിൽ കുളിച്ചോളാം. ഇനിയിപ്പോ ചൂടുവെള്ളത്തിന്റെ പേരില് എനിക്കിവിടെ പ്രശ്നം ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ല, എനിക്കൊരു സാധനം വേണ്ടാന്ന് പറഞ്ഞിട്ട് നേരെ ടവൽ എടുക്കാൻ വേണ്ടി റൂമിലേക്ക് പോയി. അപ്പോഴത്തേക്കുമാണ് സച്ചിക്ക് ഒരു ബുദ്ധി തോന്നിയത്. ഇവന്റെ അഹങ്കാരത്തിന് ഒരു പണി കൊടുത്തില്ലെങ്കിൽ ശരിയാവുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി അടുക്കളയിൽ നിന്ന് മാറിയ സമയം കൊണ്ട് എന്ത് ചെയ്തു, അവിടെ ഇരുന്ന ആ ഒരു പാത്രം തിളച്ച വെള്ളം എടുത്തുകൊണ്ട് നേരെ പോയി ബാത്റൂമിൽ അവിടെ ഇരുന്ന ബക്കറ്റിലേക്ക് ഒഴിച്ചു. എന്നിട്ട് അറിയാത്ത പാവത്തിന് അത് അടച്ചു വിട്ടു കേട്ടോ. ഈ സമയത്ത് നമ്മുടെ സുധി ഇറങ്ങി വരികയാണ്. സുധി എന്തിനാ ഇറങ്ങി വരുന്നത്? കുളിക്കാന്, പച്ചവെള്ളത്തിൽ കുളിക്കാനാണ് ഇറങ്ങി വരുന്നത്.
ഏതായാലും ടോയ്ലറ്റിൽ കയറി ബാത്റൂമിൽ കയറി വെള്ളം കോരി ഒഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അയ്യോ അമ്മേ, അയ്യോ രക്ഷിക്കണേ എന്നും പറഞ്ഞുകൊണ്ട് അയ്യോ പൊള്ളുന്നേന്നും പറഞ്ഞുകൊണ്ട് ഒരു കാർച്ച കിട്ടും. സച്ചിയാണെങ്കിൽ അവനത് വേണം എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര സന്തോഷത്തോടു കൂടി ഇരുന്ന് ചിരിക്കുക. ഈ സമയത്ത് ശ്രുതിയും രേവതിയും അതുപോലെ തന്നെ ചന്ദ്രയും കൂടെ ഇറങ്ങി വന്നിട്ട് എന്താ 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 മോനെ നിനക്ക് പറ്റിയെന്ന് ചോദിച്ചപ്പോ, ഓ അമ്മേ, അയ്യോ എന്തൊരു ചൂട്, എന്ത് ചൂട്, നീ എന്താ ഈ കാണിക്കുന്നത്? അമ്മേ, ബക്കറ്റിൽ തിളച്ച വെള്ളമായിരുന്നു, അത് കോരി ഞാൻ പുറത്തടിച്ചമ്മേ, അയ്യോ എനിക്ക് വയ്യമ്മേ, പറ്റുന്നില്ലമ്മേ എന്ന് പറയുമ്പോഴത്തേക്കും ബക്കറ്റിൽ ചൂടുവെള്ളോ, അയ്യോ തിളച്ച വെള്ളമായിരുന്നമ്മേ, എന്റെ ദേഹം മുഴുവൻ പൊള്ളിയമ്മേ, അയ്യോ എന്തൊരു നീറ്റിന് പോകച്ചിലുവാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതി പറഞ്ഞു, ആരാ അതിന് ചൂടുവെള്ളം കൊണ്ടുവച്ചത്? അല്ല ചൂടുവെള്ളത്തിൽ ഇച്ചിരി പച്ചവെള്ളം കൂടി ഒഴിക്കണമെന്ന് ശ്രുതിക്ക് അറിയത്തില്ല. ശ്രുതി എന്ത് പണിയായി കാണിച്ചത്? അത് പിന്നെ ഞാനും പച്ചവെള്ളത്തിലാ കുളിച്ചത്, അല്ലാതെ ഞാൻ ചൂടുവെള്ളത്തിലല്ല. ഞാൻ ചൂടുവെള്ളം കൊണ്ട് ഒഴിച്ച് വെച്ചിട്ടില്ല. ഞാൻ പച്ചവെള്ളത്തിൽ കുളിക്കാൻ വേണ്ടി ബാത്റൂമിൽ കയറിയതാ. അപ്പോഴത്തേക്കും തിളച്ച വെള്ളം അതിനകത്ത്. ഇത് കണ്ടതും ഇത് കേട്ടതും നമ്മുടെ രേവതീനെ ചന്ദ്രൻ നോക്കിയിട്ട്, എടി നീ ആരോട് ഇത് ചെയ്തത്? ആഹാ, എന്റെ കുഞ്ഞിനോട് നീ പകരം വീട്ടിയതാണല്ലേ? ദേ നിർത്തുന്നുണ്ടോ? അവളൊന്നും അല്ല ഇത് ചെയ്തത് ഈ സച്ചി ഇത് ചെയ്തത്. എടാ ക്രൂര, നീ എന്തിനാടാ ഇത് ചെയ്തത്? നീ എന്ത് പരിപാടിയാടാ ഈ കാണിച്ചത്? ദേ ഇത് നിന്റെ ചേട്ടനല്ലേടാ ഇത്? ഒരു ചേട്ടൻ വന്നിരിക്കുന്നു, ഒരു കോട്ടൻ. ദേ ഇവൻ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള ചെറിയ പടി കൊടുത്തില്ലെങ്കിലേ ഇവനെ ശരിയാവില്ല. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇനി ആരെങ്കിലും രേവതിയോട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാല്, എന്തെങ്കിലും ജോലി ചെയ്യാൻ ഏൽപ്പിച്ചു കഴിഞ്ഞാല് ഇതായിരിക്കും എല്ലാത്തിന്റെ അവസ്ഥ. നോക്കിക്കോ, അവനവന്റെ പണി അവനവനും ചെയ്തോണം, അല്ലാതെ രേവതീനെ കൊണ്ട് ചെയ്യിക്കാൻ പോയാല് ഇതുപോലെ ചൂടുവെള്ളം കോരി ഞാൻ മുഖത്തൊഴിക്കും എല്ലാത്തിന്റെ എന്നിങ്ങനെ സച്ചി പറഞ്ഞു. രേവതിയില്ല ചന്ദ്രയാണെങ്കിൽ ശ്രുതി നോക്കി നിൽക്കാതെ നീ ഒരു കാര്യം ചെയ്യുക, വല്ല തേനോ വല്ല എടുത്ത് പുരട്ടി കൊടുക്കാൻ പറഞ്ഞപ്പോ എന്തൊരു കഷ്ടമാകുമ്പോ, ഇത് കഷ്ടമുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിനെ വിളിച്ചോണ്ട് ശ്രുതി അങ്ങ് പോവുകയാണ്. ചന്ദ്രയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയില്ല. ചന്ദ്രയാണെങ്കിൽ ആകെ മൊത്തം ദേഷ്യം വന്ന് കലിപ്പെടുത്ത് നിൽക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദേഷ്യം വന്ന് നടക്കുമ്പോഴത്തേക്കുമാണ് രവീന്ദ്രൻ കയറി വരുന്നത്. അപ്പൊ രവീന്ദ്രൻ കയറി വന്നതും, എന്ത് പറ്റി ചന്ദ്രൻ, നിനക്ക് ഭയങ്കര ചൂടിലാണല്ലോ, എന്താ പറ്റിയത്? മുഖത്തൊരു പ്രസന്നതയൊന്നും ഇല്ലല്ലോ, എന്ത് പറ്റി? ഇന്നും പ്രശ്നങ്ങളാണോ? എന്ത് പറ്റി? നിന്റെ 3 മരുമക്കൾ ഈ വീട്ടിലില്ലേടി, നീ പിന്നെ എന്തിനാടി ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്? നിന്റെ 3 മരുമക്കള് ഈ വീട്ടിലുള്ള നിന്റെ ഭാഗ്യമല്ലേ? എന്നിട്ട് ഈ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? എന്റെ പൊന്ന് രവിയേട്ടാ, ഞാനല്ല ഈ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്നത്, ഞാനല്ല ഈ വീട്ടിലെ പ്രശ്നക്കാരി. രവിയേട്ടൻ അറിയാലോ, അവന് ഒറ്റ ഒരുത്തര ഈ വീടെടുത്ത് മറച്ചു വെക്കുന്നത്. നീ ആരുടെ കാര്യം ഈ പറയുന്നത്? നീ എന്താ ഈ പറയുന്നത്? ആ സച്ചിയുടെ കാര്യം തന്നെ. ഇടി എന്തിനും ഏതിനും നീ അവനെ കുറ്റം പറയാതെ, എന്തിനാ അവനെ അങ്ങനെ കുറ്റം പറയുന്നത്? കുറ്റം പറയാതെ പിടിച്ച് ഉമ്മ വെക്കാം, അതുപോലെയുള്ള കാര്യമാണല്ലോ പുനാരമോ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇവിടെ മനുഷ്യന് സ്വൈര്യമില്ല. നിങ്ങൾക്കറിയാമോ, ഈ ടിവിയിലൊക്കെ ഈ ഡിബേറ്റ് നടക്കുമ്പം എന്നും ഓരോ അലമ്പാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും. അതിനേക്കാളും വലിയ ഒച്ചയും ബഹളമാ ഇവിടെ. അതുപോലെയാണ് അവൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഓരോ ദിവസം ചെല്ലും തോറും മനുഷ്യന് സമാധാനം കിട്ടുന്നില്ല. എനിക്കറിയില്ല ഇനി എന്താ ചെയ്യേണ്ടതെന്ന്. നിങ്ങൾക്കറിയാമോ പുന്നാര മോൻ ഇന്ന് എന്താ ചെയ്തതെന്ന്? അവൻ എന്താ ചെയ്തത്? നീ എന്താന്ന് വെച്ചാ പറ. നീ ഏതായാലും അവൻ തെറ്റൊന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം. തെറ്റാണോ ശരിയാണോ എന്ന് നിങ്ങൾ കേക്ക്. പുന്നാര മോനുണ്ടല്ലോ, സുധി കുളിക്കാൻ പോയപ്പോഴത്തേക്കും തിളച്ച വെള്ളം എടുത്ത് വെച്ചു. പാവം എന്റെ മോൻ അത് കോരി ഒഴിച്ചും ദേഹം മൊത്തം പൊള്ളിപ്പോയി. അറിയാമോ നിങ്ങക്ക്? സച്ചി എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല. അവൻ മാത്രം ജീവിക്കണം എന്നാണല്ലോ അവന്റെ ആഗ്രഹം. ഇപ്പൊ ഒരു പൊണ്ടാട്ടീനെ കൊണ്ടുവന്നിട്ടുണ്ട്, അവളും കൂടെ ചേർന്ന് ഈ വീട് തിരിച്ചു വെക്കുന്ന എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, അവൻ അങ്ങനെ ചെയ്തോ? എന്നാ പിന്നെ അവനോടൊന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ഞാൻ ഇവിടെ ഉണ്ട്, ഞാൻ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞു തരാം. എന്താ രേവതി ഇവിടുത്തെ ആരാ? വേലക്കാരിയാണോ? അവളെ ഞാൻ വേലക്കാരി ആയിട്ടാണോ അച്ഛാ ഇങ്ങോട്ട് കെട്ടിക്കൊണ്ട് വന്നത്? സുധിയുടെ ജോലി ചെയ്യണം, ശ്രീകാന്തിന്റെ ജോലി ചെയ്യണം. ഇവിടെ ഈ രാജകുമാരി പറയുന്ന എല്ലാ ആജ്ഞകളും അങ്ങോട്ട് അനുസരിക്കണം. അതിന് എന്റെ ഭാര്യനെ കിട്ടില്ല. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, എന്റെ ഭാര്യ അങ്ങനെ മറ്റുള്ളവരുടെ ജോലി ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതങ്ങ് കൂട്ടിക്കോ. അങ്ങനെ വന്നപ്പോ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? അല്ല സച്ചി, ഈ തിളച്ച വെള്ളം ഒഴിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരൊഴിച്ചു? ഞാൻ ഒഴിച്ചൊന്നുമില്ല. ഒത്തിരി വലിയ തിളച്ച വെള്ളമൊന്നും അല്ല, ഒത്തിരി മാത്രം പൊള്ളിയൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പം, അല്ല സച്ചി ഞാൻ പറയുന്നൊന്ന് നീ കേക്ക്. എന്ത് കേക്കാനാ അച്ഛാ? ഇതിൽ കൂടുതൽ എന്ത് കേക്കാനാ? പാവം രാവിലെ മുതൽ വൈകിട്ട് വരെ ഇവിടെ കിടന്ന് ഓരോ ജോലികൾ ചെയ്ത് മടുക്കുക. എന്നിട്ടോ മറ്റുള്ളവർ പറയുന്നത്
നിന്ന് മിണ്ടാതെ നിന്ന് അനുസരിച്ച് അത് കേട്ടോണ്ടിരിക്കുക. പാവമുണ്ട്. ഇത് ദൈവം നമ്മളോട് പൊറുക്കും അച്ഛാ. ഇങ്ങനെ ഒരു പെണ്ണിനെ ഇട്ട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ടല്ലേ. അതൊക്കെ അച്ഛനെ അറിയാം മോനെ. ദേ ചന്ദ്രെ, ഇനി മുതല് രേവതിനെ കൊണ്ട് ഒത്തിരി പണി ചെയ്യിപ്പിക്കരുത് കേട്ടോ. പിന്നെ നീ അവിടെ നിൽക്ക, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്നിങ്ങനെ സച്ചിയോട് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര ഓർത്തു, ഇപ്പം വഴക്ക് പറയുമായിരിക്കുന്നു. അപ്പോഴത്തേക്കും സച്ചു വെച്ച്, എന്താ അച്ഛാ? വേറൊന്നുമല്ല, നീ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? കഴിച്ചായിരുന്നു വെച്ചാ. എങ്കിൽ പിന്നെ പൊക്കോ, നിനക്ക് ഓട്ടോ ഇല്ലേ എന്നിങ്ങനെ പറഞ്ഞ് വഴക്കൊന്നും പറയാതെ അങ്ങ് വിട്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, ഓഹോ, നിങ്ങൾക്കിപ്പോ സമാധാനമായല്ലോ. നിങ്ങൾ അല്ലെങ്കിൽ ഒന്നും പറയത്തില്ലല്ലോ, നിങ്ങൾ അവന് സപ്പോർട്ട് ചെയ്യുമല്ലേ. നിങ്ങൾ ഒരാൾ വളം വെച്ച് കൊടുത്ത് അവൻ വഷളായി പോയി എന്ന് പറഞ്ഞപ്പോ, എന്തിനാടി ചന്ദ്രേ, നീ എന്തിനാ വെറുതെ അവന്റെ ഭാര്യനെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത്? അതുകൊണ്ടല്ലേ ഈ വക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഏതായാലും നീ അവളുടെ പുറകെ നടന്ന് പണിയെടുക്കാൻ പറയാതെ മാറിയിരുന്ന പ്രശ്നം തീർന്നല്ലേ ഉള്ളൂ. അതൊന്നും അല്ല രവിയേട്ടന് അറിയില്ല. രവിയേട്ടൻ ഇവിടെ ഇരിക്കുക. 3 മരുമക്കളും ഇങ്ങനെ ഒരുമിച്ച് താമസിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ എല്ലാം പ്രശ്നങ്ങൾ തന്നെ ആയിരിക്കും. വീട്ടിൽ ഭയങ്കര പ്രശ്നമായിരിക്കും. അതുകൊണ്ട് അതിനൊരു വഴിയുണ്ട്. എന്ത് വഴിയാ നീ കണ്ടുപിടിച്ചേക്കുന്നത്? അത് പിന്നെ നമുക്ക് സച്ചിനെയും രേവതിനെയും അങ്ങ് മാറ്റി താമസിപ്പിക്കാം. ഇത് കേട്ടതും രവീന്ദ്രൻ അങ്ങ് ഞെട്ടുകയാണ്. ഏതായാലും ആ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. അടുത്ത വിശേഷം നമ്മുടെ നയനയുടെയും ആദർശിന്റെയും കഥയുമാണ്. അതുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.